ഓക്കെ, ഹലോ എവരി വൺ. നമുക്ക് നമ്മൾ ഡേ 2 വന്ന, അതായത് ഡേറ്റ് പറയുകയാണെങ്കിൽ മെയ് 14 അല്ലേ, മെയ് 14 വന്ന ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അത്ര സംതൃപ്തി ഇല്ല ഇതിൽ. കാര്യം എളുപ്പമാണ്, ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമാണ്, ഡയറക്റ്റാണ്. ബട്ട് ഈ പറഞ്ഞ കൊഗ്നിറ്റീവ് ലെവലിനെ റെസനൻസ് ചെയ്യുന്നൊരു സാധനമല്ല ഇത്. ഓക്കെ, വട്ട് എവർ മേ ബി നോക്കാം. ഓക്കെ, ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് പാർട്ട് എ 6 മാർക്കിൻ്റെയാണ്, 5 മിനിറ്റാണ് തന്നേക്കുന്നത്. Identify the regulations established by the legal system that business must follow to ensure ethical practice. കസ്റ്റമാണോ, റിച്വലാണോ, ട്രഡീഷനാണോ, ലോസ് ആൻഡ് റെഗുലേഷൻസ് ആണോ? റെഗുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ലോസ് ആൻഡ് റെഗുലേഷൻസ് ആവാനേ സാധ്യതയുള്ളൂ. അതായത് കസ്റ്റം, റിച്വൽ, ട്രഡീഷണൽ അതൊക്കെ പൊതുവേ പറയുന്ന കാര്യം, ഒരു കമ്പനിയുടെ ഒരു ഫോമൽ സെറ്റപ്പിൽ വരുന്നതല്ല. സോ മോസ്റ്റ് പ്രോബബ്ലി ലോസ് ആൻഡ് റെഗുലേഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 2. Name the concept that refers to the sum total of qualities, traits and behavioral patterns ഷെയർഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന എല്ലാ മനുഷ്യരിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതിനെയാണ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് വിളിക്കുന്നത്. വെറും കൾച്ചർ എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ഓക്കെ, ദ എബിലിറ്റി ഓഫ് എ മാനേജർ ടു എൻകറേജ് എംപ്ലോയീസ് ടു വർക്ക് വിത്ത് എന്തൂസിയാസം ആൻഡ് കോൺഫിഡൻസ് ഈസ് കോൾഡ്. കോൺഫിഡൻസോടുകൂടിയും എന്തൂസിയാസത്തോടും ഇൻട്രസ്റ്റോടുകൂടിയും വർക്ക് ചെയ്യാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നതാണ് ഒരു മാനേജറിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ലീഡർഷിപ്പ് ആണ് ആൻസർ. എക്സ്പ്ലെയിൻ ദ പ്രൈമറി പർപ്പസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ എന്ന് ചോദിക്കുമ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്. ടു മാക്സിമൈസ് പ്രോഫിറ്റ് ഇൻ ഷോർട്ട് റൺ, ടു എൻഷുർ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി, ടു മിനിമൈസ് ലീഗൽ റിസ്ക്, ടു ഇൻക്രീസ് ഷെയർ ഹോൾഡർ വാല്യൂ. ആസ് പെർ ദ ഓപ്ഷൻസ് ടു എൻഷുർ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പാരൻസി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊന്നും ഇല്ല. പൊതുവേ നമുക്ക് അങ്ങനെ എന്താ പറയുക, പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു കൺസേണിൽ വരുന്ന സാധനങ്ങളല്ല. സോ ടു എൻഷുർ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പാരൻസി ആണ്. Ethics in financial reporting ensures dash in accounting practices. Standard, profit, value, accuracy ആയിരിക്കാം. Organization culture change refers to the process dash and organization's value, belief and norm to align with its vision, mission and modify ചെയ്യുക എന്നുള്ളതായിരിക്കാം. ഇതിനൊന്നും അത്ര പ്രോപ്പർ ഉത്തരങ്ങളില്ല എന്നുള്ളതുകൊണ്ടാണ്. സോ ഞാൻ ഈ പറഞ്ഞതൊക്കെ ആയിരിക്കണം. ബാക്കിയെല്ലാം കറക്റ്റാണ്. അവസാനത്തെ ദിവസം എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. നിങ്ങളൊന്ന് ആൻസർ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത പാർട്ട് ബിയിലേക്ക് പിന്നെ പറഞ്ഞത് അത്ര ഡെപ്തിലേക്കൊന്നും ഇവർ ഇറങ്ങി പോയിട്ടില്ല, അത്ര ആപ്ലിക്കേഷൻ തലത്തിലേക്കൊന്നും വന്നിട്ടില്ല. നമുക്ക് പാർട്ട് ബി 10 മാർക്സ് 20 മിനിറ്റിൻ്റെയാണ്. 2 മാർക്കിൻ്റെ 2-3 സെൻറ്റൻസിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളാണ്. ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മാനേജിങ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന പല ആൾക്കാരും പല കൾച്ചറിലുള്ളവരായിരിക്കും. ആ കൾച്ചറൽ ഡൈവേഴ്സിറ്റി മാനേജ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇൻ്റർപ്രറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെബീസ് ക്ലോസ് 49. ക്ലോസ് 49 അറിയാലോ. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിന് ലീഗൽ ബാക്കിംഗ് കൊടുക്കുന്ന സെബി ആക്ടിലെ ക്ലോസ് 49 ആണ്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എത്ര ഉണ്ടാവണം, എത്ര തവണ മീറ്റിംഗ് നടത്തണം, എന്തൊക്കെ ട്രാൻസ്പാരൻസി ഇൻഷുർ ചെയ്യാൻ എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നു എക്സിക്യൂട്ട്, ശ്രദ്ധിച്ച് നോക്കിയടാ, എക്സിക്യൂട്ട് ദ ഫങ്ഷൻസ് ഓഫ് എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ തലം ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഒരിക്കലും കോഗ്നിറ്റീവ് അത് പറയാൻ പറ്റത്തില്ല. ആപ്ലിക്കേഷൻ തലത്തിൽ ഇങ്ങനെയല്ല കുറച്ച് ചോദിക്കേണ്ടത് അല്ലേ. മുമ്പുള്ള ഞാൻ ചെയ്ത വീഡിയോസൊക്കെ നോക്കിയാൽ മനസ്സിലായി. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു കഥ വായിക്കാൻ അവിടെ തരണം. അതായത് റിയൽ ലൈഫ് സിറ്റുവേഷൻ്റെ അകത്ത് പഠിച്ച കാര്യം എടുത്ത് അപ്ലൈ ചെയ്യാൻ മാറ്റണം. അതാണ് ആപ്ലിക്കേഷൻ. ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമാണോ? ഓക്കെ, ബട്ട് പർപ്പസ് സേവ് ചെയ്യുന്നില്ല എന്നുള്ള സാധനമുണ്ട്. പോട്ടെ. ഫങ്ഷൻസ് ഓഫ് എത്തിക് കമ്മിറ്റി എന്തൊക്കെയായിരിക്കാം? ഈ പറഞ്ഞ പോലെ എന്ത് എൻഷുർ ചെയ്യുക, എത്തിക്കൽ ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യുന്നുണ്ട്. കമ്പനിക്ക് ഒരു എത്തിക്കൽ എന്തുണ്ട്, ഫ്രെയിംവർക്കുണ്ട്. ആ ഫ്രെയിംവർക്ക് അനുസരിച്ചാണ് കമ്പനിയിൽ ഓരോ ഫങ്ഷൻസ് നടക്കുന്നതിൽ നിന്നും ഒരു ഗോൾ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ടും അതിലൊരു കോംപ്രമൈസും ചെയ്യുന്നില്ല നമ്മൾ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിലൊന്ന് വിശദീകരിച്ച് തന്നതേ ഉള്ളൂ. ഡിസ്കവർ ദ കമ്പോണൻസ് ഓഫ് കൾച്ചർ എന്നൊറ്റ വാക്കി പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചേരുന്നുണ്ട്. അത് ആൾക്കാരുടെ ബിലീഫ്സ് ആവാം, വാല്യൂസ് ആവാം, അവരെടുക്കുന്ന കോൺസെപ്റ്റ്സ് ആവാം, അങ്ങനെ പലതും ആവാം. ഓക്കെ, കൃത്യം കമ്പോണൻറ്റുകൾ പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക, എഴുതാനുള്ളതേ ഉള്ളൂ. ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഓക്കെ, അതും ആപ്ലിക്കേഷൻ തലത്തിൽ നിന്നാണ് പറഞ്ഞേക്കുന്നത്, എനിക്കറിയത്തില്ല. പിന്നെ അടുത്ത നോക്കി സെക്ഷൻ സി നോക്കുക, പാർട്ട് സി നോക്കുക. 16 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യനാണ്. ഓക്കെ, എല്ലാത്തിൻ്റെ അകത്ത് ഓവറുണ്ട്. ഇല്ലുസ്ട്രേറ്റ് ദ ടൈപ്സ് ഓഫ് വാല്യൂസ്, കോർപ്പറേറ്റ് വാല്യൂ ഉണ്ട്, സോഷ്യൽ വാല്യൂ ഉണ്ട്, അങ്ങനെയൊക്കെ. ഡിറ്റർമൈൻ ദ പർപ്പസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ്. കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത ഉള്ളത് ഒന്നേ ഉള്ളൂ, ഒരൊറ്റ കാര്യമുള്ള ഒരു പ്രത്യേകതയായിട്ട് എന്താണ്
ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ്, ഒരൊറ്റ ഗൈഡ് ലൈൻ അല്ല, ഇറ്റ് ഈസ് ടോട്ടാലിറ്റി ഓഫ് ഗൈഡ് ലൈൻസ് എന്നാണ് പറയുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസ് ഉറപ്പാക്കുന്ന ഒരുപാട് ഗൈഡ് ലൈൻസിൻ്റെ ടോട്ടാലിറ്റിയാണ്. കൺസ്ട്രക്റ്റ് ആൻഡ് ഓർഗനൈസേഷൻ കൾച്ചർ വിച്ച് എൻഷൂർസ് വർക്ക് ലൈഫ് ബാലൻസ് ഓഫ് എംപ്ലോയീസ്. അത് ആപ്ലിക്കേഷൻ തലത്തിലുള്ള ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതായിട്ട് CRൽ വരുന്നത്, ക്രിയേറ്റീവിൻ്റെ അത് വരേണ്ടത് കൺസ്ട്രക്റ്റ് ഒക്കെ. ഓക്കെ, പോട്ടെ, അത് എന്തോ ഒരു അപാകത പറ്റിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്ലൈ ദ ഗൈഡ് ലൈൻസ് പ്രൊവൈഡഡ് ഇൻ ക്ലോസ് 49. ഓക്കെ, ക്ലോസ് 49 പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്? ഫോർ ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ്. ഓക്കെ, സെബിയിൽ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ, അപ്പം വളരെ പെർട്ടിക്കുലർ ആയിട്ടുണ്ട്, ലോ ആണ്, കൃത്യം കാര്യങ്ങൾ മാത്രം എഴുതുക. അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ ഓൺ എംപ്ലോയി എൻഗേജ്മെൻറ്റ് ആൻഡ് റിട്ടൻഷൻ. അനലൈസ് എഫക്റ്റീവ്നെസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ഇന്ത്യ. ഔട്ട്ലൈൻ ദ ഫങ്ഷൻസ്. എല്ലാം ഏതാണ്ട് കൈ നിട്ടൊക്കെ വേണമെങ്കിൽ എഴുതാന്നുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, ആകെയുള്ളത് ക്ലോസ് 49. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി തന്നിട്ട് ഞാൻ ക്ലോസ് 49 ഒന്ന് വിശദമായിട്ട് പറയാം. ഔട്ട്ലൈൻ ദ ഫങ്ഷൻസ് ഓഫ് എത്തിക്കൽ കമ്മിറ്റി. അനലൈസ് ഹൗ ഡസ് ആൻ ഓർഗനൈസേഷൻ ഓഫ് ദ ഇൻഫ്ലുവൻസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെ നമുക്ക് എഴുതാനുള്ള, കഥ പോലെ എഴുതാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. പാർട്ട് ഡിയിലേക്ക് പോവാണ്. അനലൈസ് ദ സ്കോപ്പ് ഓഫ് എത്തിക്കൽ വാല്യൂസ് ഇൻ ഇൻഫ്ലുവൻസിങ് ഓർഗനൈസേഷൻ ഡെസിഷൻ. എത്തിക്കൽ വാല്യൂ ഓർഗനൈസേഷൻ ഡിസിഷൻ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അതും ഞാൻ വീണ്ടും പറഞ്ഞ പോലെ കഥ പോലെ എഴുതാനുള്ള സാധനങ്ങളാണ്. എക്സാമിൻ ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഓർഗനൈസേഷൻ കൾച്ചറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേകതരം ജോലി ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക രീതി കാണാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു, അവരുടെ അഗ്രസീവായിരിക്കും, ഭയങ്കര അഗ്രസീവായിരിക്കും അവരുടെ ബിഹേവിയർ പോലെ, അല്ലേ? അല്ലാതെ ഒന്ന് കൂടിയിരുന്ന് ആലോചിച്ച് നമുക്ക് അടുത്ത വേറൊരു 2ാം റൗണ്ട് ചർച്ച നടത്തി തീരുമാനിക്കുക, അതിനൊന്നും അവർക്ക് സമയമില്ല. ഓരോ മിനിറ്റിനും അവർക്ക് വാല്യൂ ഉള്ളതുകൊണ്ട് ഭയങ്കര അഗ്രസീവായിട്ടായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ISMൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം, ഷെഫുമാരുണ്ട്. ഷെഫുമാർ ഇതുപോലെയാണ്. എന്താണ്? ഭയങ്കര അഗ്രസീവായിരിക്കും. അവർക്ക് ചടയപ്പെടെ കാര്യം ചെയ്തേ പറ്റും, അല്ലാതെ അവർക്ക് ആലോചിച്ച് നിൽക്കാൻ എന്തില്ല, സമയമില്ല. അത് അവരുടെ ഓർഗനൈസേഷൻ്റെ കൾച്ചറാണ്. നേരെ തിരിച്ച് ബാങ്കിലൊക്കെ ഒന്ന് നോക്കിയാലുണ്ടല്ലോ, വളരെ എന്താ പറയുക, കോഷ്യൻ്റായിട്ടല്ലേ ഓരോ കാര്യം അവരെടുത്ത് നോക്കി, പിന്നെ വളരെ സമാധാനത്തിൽ റിപ്പീറ്റ് ചെയ്ത് നോക്കി, പറ്റുമെങ്കിൽ ഒരു 3 തവണ വെരിഫൈ ചെയ്ത് ഒരു 3 ആളുടെ കയ്യിലൂടെ കടന്നു പോയി. കാര്യം പൈസയുടെ ആണല്ലോ, കണക്കാണല്ലോ, അക്കൗണ്ടബിൾ ആണല്ലോ നമ്മൾ. അപ്പോൾ ഓരോ ഓർഗനൈസേഷനും അവരുടെ ഓർഗനൈസേഷൻ ഡിമാൻഡ് ചെയ്യുന്ന പേസിലായിരിക്കും, അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ആ ഒരു രീതികളുടെ ടോട്ടാലിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, റെക്കമെൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ടു ദ കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി കോർപ്പറേറ്റ് ഗവേണൻസ് കമ്മിറ്റി ഇൻ ലൈറ്റ് ഓഫ് ദി റിവോൾവിംഗ് റോൾ ഇൻ ഓർഗനൈസേഷൻ. ഹൗ ക്യാൻ ദീസ് കമ്മിറ്റീസ് ബി മെയ്ഡ് മോർ എഫക്റ്റീവ്? അതും ഇവാലുവേറ്റ് എന്ന കോഗ്നിറ്റീവ് ലെവൽ കൊടുത്തേക്കുന്ന ഇവാലുവേറ്റ് ആണോ എന്നൊന്ന് നമ്മൾ ആലോചിക്കണം. റെക്കമെൻഡേഷൻ കൊടുക്കാനാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നിലവിലൊക്കെ കോർപ്പറേറ്റ് ഗവേണൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, അതിൽ നമുക്ക് എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താമെന്നുള്ളതാണ്. ഓക്കെ, അസസ് ദി ഇമ്പാക്റ്റ് ഓഫ് വർക്ക് കൾച്ചർ ഓൺ എംപ്ലോയീസ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. വർക്ക് കൾച്ചർ ശരിയായില്ലെങ്കിൽ ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുമെന്നൊക്കെ ഉള്ളതാണ്. ഇവാലുവേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്കൽ വാല്യൂസ് ഇൻ ഷേപ്പിംഗ് ഓർഗനൈസേഷൻ കൾച്ചർ. ഡിറ്റർമൈൻ വെദർ കോർപ്പറേറ്റ് എത്തിക്കൽ വാല്യൂസ് ഇൻ ഷേപ്പിംഗ് ഓർഗനൈസേഷൻ. നമ്മൾ മുമ്പ് ഇവിടെ പറഞ്ഞ സാധനം തന്നെയാണ്. ഡിറ്റർമൈൻ വെദർ കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം ഫോർ ദ ലോങ് ടേം സക്സസ് ഓഫ് ദ ബിസിനസ്. ജനറേറ്റ് ദ മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ഓർഗനൈസേഷണൽ കൾച്ചർ. ഓർഗനൈസേഷൻ കൾച്ചർ എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ക്രിയേറ്റീവായിട്ട് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, സം കമ്പനീസ് റെസിസ്റ്റ് ഇംപ്ലിമെൻറ്റിംഗ് കോർപ്പറേറ്റ് റിഫോംസ്. ജസ്റ്റിഫൈ യുവർ ഒപ്പീനിയൻ. കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടി പല മാറ്റങ്ങളും കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യുന്നു? പല കമ്പനികളും റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താ? പല കാര്യങ്ങൾ ചെയ്താൽ, ഒന്ന് പുതിയൊരു സാധനം കൊണ്ടുവരുന്നതിൻ്റെ കോസ്റ്റ് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാവാം, ഇല്ലെങ്കിൽ അവരെ കള്ളത്തിനും വെളി വരുന്നത് പേടിച്ചിട്ടാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് ക്വസ്റ്റ്യൻ പേപ്പർ. കുറേ ഇരുന്ന് എഴുതാനുണ്ട്. നമുക്ക് കയ്യിൽ നിന്നിട്ട് കുറേ ഇരുന്ന് എഴുതാനുണ്ട് എന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. അത് വെച്ച് നോക്കിയാൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്? വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ക്ലോസ് 49 എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം, അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കേടാ. SEBI asks Indian firms above a certain size to implement Clause 49, a regulation that strengthens the role of independent directors. Independent directors എന്ന് പറഞ്ഞാൽ ആരാണ്? അവർക്ക് എന്തില്ല? നമ്മുടെ കമ്പനിയുമായിട്ട് പിന്നെ ഒരു ഫിനാൻഷ്യൽ ബോണ്ടിങ് ഇല്ല. ആ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സായിട്ട് എടുക്കുന്നത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, എന്നാൽ കമ്പനിയായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കമ്പനിയിൽ ഇരിക്കുന്ന ആർക്കും ഫേവറബിൾ അല്ലാത്ത രീതിയിൽ, എന്നാൽ ശരിയായ രീതിയിൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ കമ്പനിക്കകത്തുള്ള ഇമ്പോർട്ടൻസ്. അപ്പോൾ ക്ലോസ് 49 എന്താ ചെയ്യുന്നത്? മെയിനായിട്ട് അറിയുക, കോർപ്പറേറ്റ് ബോർഡുകളുടെ അകത്ത് ആരുടെ സ്ഥാനം ശക്തമാക്കുന്നു? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ സ്ഥാനം ശക്തമാക്കുന്നു.
we announced an amendment clause for the listing agreement which every public listed on an Indian stock exchange is required to sign. Amendment clause, okay. Clause 49 shareholders എന്തൊക്കെ റൈറ്റ്സ് കൊടുക്കുന്നു? പാർട്ടിസിപ്പേറ്റ് ഇൻ എനി സഫീഷ്യൻറ്റ് ഇൻഫോംഡ് ഓൺ ഡിസിഷൻ കൺസേൺ, വോട്ട് ഇൻ ഷെയർ ഹോൾഡിംഗ് മീറ്റിംഗ്, ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ദ ബോർഡ്. ഇതെല്ലാം ആരുടെയാണ്? ക്ലോസ് 49 ക്ലോസ് 49 പിന്നെ ഇൻവെസ്റ്ററിന് കൊടുക്കുന്ന സഹായങ്ങളാണ്. പിന്നെ ബോർഡ് കോമ്പോസിഷൻ്റെ അകത്ത് എന്താണ്? അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദി ബോർഡ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ഇഫ് ചെയർമാൻ ഇസ് ആൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇഫ് ചെയർമാൻ ഇസ് എ പ്രൊമോട്ടർ, ഇഫ് ചെയർമാൻ ഇസ് റിലേറ്റഡ് ടു അറ്റ്ലീസ്റ്റ് വൺ. അപ്പോൾ രണ്ട് കണ്ടീഷനാണ് പറയുന്നത്. ക്ലോസ് 49 എന്താ പറയുന്നത്? ചെയർമാൻ ആയിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഡയറക്ടറോ പ്രൊമോട്ടറോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ മിനിമം ഹാഫ് ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഹാഫെങ്കിലും ആരായിരിക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. ഇനി ചെയർമാൻ എന്ന് പറയുന്നത് ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിൽ, അതായത് ഈ എക്സിക്യൂട്ടീവ് അല്ലാത്തൊരു ഡയറക്ടർ ആണെങ്കിലോ 1/3 ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് 1/3 ഉണ്ടായിരിക്കണം. ഓക്കെ. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് എന്തുണ്ട്? ഒരു നോമിനി ആവാൻ പാടില്ല. പിന്നെ പ്രൊമോട്ടർ ആയിരുന്നതോ പീസ് ഓർ പാസ് ആയിരുന്നതോ നിലവിൽ ആയിട്ടുള്ള ആളോ ആവാൻ പാടില്ല. കമ്പനിയായിട്ടൊക്കെ യാതൊരു റിലേഷൻ ഒറ്റ വാക്കിൽ അതാ പറയുന്നത്, യാതൊരു റിലേഷൻ ഉണ്ടാകാൻ പാടില്ല. പിന്നെ പഴയ എംപ്ലോയി ആവാൻ പാടില്ല. ഇതൊക്കെ എവിടെയാണ് പറയുന്നത്? നമ്മുടെ ക്ലോസ് 49. അപ്പം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കമ്പനിയിലെ തീരുമാനങ്ങൾ ശരിയായിട്ട് എടുക്കുന്നു എന്നറിയാൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് ശക്തി കൊടുക്കുന്നു. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആരാണെന്ന് മനസ്സിലാക്കുക. ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷനെ കുറിച്ച് പറയുന്നത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണമെന്ന് പറയുന്നു. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഓക്കെ, അവർ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് 7 ലിസ്റ്റഡ് കമ്പനിയിൽ കൂടുതൽ അറ്റ് എ ടൈം എന്താവാൻ പാടില്ല? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സായിട്ട് ഇരിക്കാൻ പാടില്ല. അവർ ഹോൾ ടൈം ഡയറക്ടർ ആണെങ്കിൽ 3 ലിസ്റ്റഡ് കമ്പനി കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? അറ്റ് എ ടൈം സെർവ് ചെയ്യാൻ പാടില്ല. ഒരു 5 വർഷത്തിൽ കൂടുതൽ 2 ടേമിലായിട്ട് 5 വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്ത് പറയുന്നുണ്ട്? മൊത്തത്തിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷൻ പോകുന്നുണ്ടത് എന്നാണ് ക്ലോസ് 49 പറയുന്നത്. ഞാൻ ഈ ലിങ്ക് ഒന്ന് ഈ വീഡിയോയുടെ താഴെ ഷെയർ ചെയ്തേക്കാം, ഒന്ന് നോക്കാം. അപ്പോൾ ക്ലോസ് 49 ഇമ്പോർട്ടൻ്റ് ആണ്. അടിസ്ഥാനപരമായ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഹാവ് എ ലുക്ക്. ഓക്കെ. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. താങ്ക് യു ഓൾ.